ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള CPM ശ്രമം പാളി. കുട്ടനാട്ടിൽ ഇന്ന് നടക്കുന്ന അച്യുതാനന്ദൻ പുരസ്കാര ചടങ്ങിൽ ജി സുധാകരൻ പങ്കെടുക്കില്ല. പരിപാടിയിലേക്ക് CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, ജില്ലാ സെക്രട്ടറി R നാസർ എന്നിവർ വീട്ടിലെത്തി സുധാകരനെ ക്ഷണിച്ചിരുന്നു. എന്നാൽ പരിപാടിയുടെ നോട്ടീസിൽ സുധാകരന്റെ പേരുണ്ടായിരുന്നില്ല. അതേസമയം കരുനാഗപ്പള്ളിയിൽ നേരത്തെ തീരുമാനിച്ച മറ്റൊരു പരിപാടിയിൽ സുധാകരൻ പങ്കെടുത്തു. സേഫ് സൈലബ്ദീൻ വിവരങ്ങൾ നൽകും. സേഫ, ഒട്ടും തന്നെ മയപ്പെട്ടിട്ടില്ല ജി സുധാകരൻ എന്നല്ലേ വ്യക്തമാകുന്നത്. ഇന്നിപ്പോൾ കരുനാഗപ്പള്ളിയിലേക്ക് അദ്ദേഹം പോകുമെന്ന് പറയുന്നു. ഈ നേതാക്കളൊക്കെ വീട്ടിലെത്തി കണ്ടിട്ടും സുധാകരൻ വഴങ്ങിയിട്ടില്ലേ? ദിവ്യ, അത് ആലപ്പുഴ ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന അതൃപ്തി അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള അതൃപ്തി അത് ഒരു തരത്തിലും വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ നിലപാട് കൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. PS അച്യുതാനന്ദന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ നേരിട്ട് കണ്ട് ക്ഷണിച്ചിരുന്നു. ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമായ CS സുജാതയെ നേരിട്ട് വീട്ടിലെത്തിയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. പക്ഷേ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം അദ്ദേഹം എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വൈകിട്ടാണ് ആ പരിപാടി നടക്കേണ്ടത്. അതേസമയം തന്നെ നേരത്തെ തീരുമാനിച്ച ഒരു പരിപാടി ഞാൻ കമ്മിറ്റ് ചെയ്തിരുന്നു, അതുകൊണ്ട് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോവേണ്ടി കരുനാഗപ്പള്ളിയിലേക്ക് പോവുകയാണ് എന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന ആ വിവരം. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറല്ല എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. അത് ചില നേതാക്കന്മാരോടുള്ള അദ്ദേഹത്തിന്റെ അതൃപ്തിയാണ് പ്രകടമാക്കുന്നത്. ഒന്ന് സജി ചെറിയാൻ, ഒന്ന് H സലാം. ഈ രണ്ട് നേതാക്കന്മാരോടുള്ള അതൃപ്തിയാണ് അദ്ദേഹം ഈ തന്റെ അതൃപ്തി മൂലം പരസ്യമായി അതൃപ്തി മൂലം അദ്ദേഹം വ്യക്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പാർട്ടി നേതൃത്വം ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നപരിഹാരത്തിലേക്ക് നീക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തി എങ്കിൽ പോലും അത് ഒരു നല്ല രീതിയിൽ പോയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കിയെടുക്കാൻ. ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആൾക്കാരാണ് നേരിട്ടെത്തി അദ്ദേഹത്തോട് സംസാരിച്ചത്. എങ്കിലും അവർ പരസ്യമായ നിലപാട് സ്വീകരിച്ച ഇപ്പോൾ H സലാമായാലും സജി ചെറിയാനായാലും പരസ്യമായിട്ട് തനിക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തിയതിൽ വലിയ അതൃപ്തി ജി സുധാകരൻ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹം പരസ്യമായ മാധ്യമങ്ങളിൽ പറയുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തോട് പേഴ്സണലായി സംസാരിക്കുമ്പോഴും അദ്ദേഹം കൃത്യമായി തന്നെ ആ നിലപാട് തന്നോട് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ എന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നേതാക്കൾ സുജാതയായാലും R നാസറായാലും വീട്ടിലെത്തി കണ്ടത് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് തന്നെയല്ലേ? അല്ല, തീർച്ചയായിട്ടുമാണ്. കാരണം ഒരു ജില്ലാ സെക്രട്ടറി, ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമോ അദ്ദേഹത്തെ വീട്ടിലെത്തി കാണണം എന്നുണ്ടെങ്കിൽ സംസ്ഥാന നേതൃത്വം ഇടപെടാതെ എന്തായാലും ആ വിഷയത്തിൽ അങ്ങനെ ഒരു ഇടപെടലിലേക്ക് ജില്ലാ സെക്രട്ടറി, ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം ആ വീട്ടിലേക്ക് എത്തിച്ചേരില്ല. അങ്ങനെ സംസ്ഥാന കമ്മിറ്റി അംഗം ആയിരുന്ന ജി സുധാകരനെ കാണാൻ വേണ്ടി നേരത്തെ അദ്ദേഹം ഈ 75 വയസ്സിന്റെ പ്രായപരിധിയുടെ പേരിൽ അദ്ദേഹം എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിന് ചില അതൃപ്തികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം പിണറായി വിജയൻ നേരിട്ട് ആണ് ആ വിഷയം പരിഹരിക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തിയത്. പിന്നീട് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അവർ പോയി കണ്ടത്. പക്ഷേ അദ്ദേഹത്തിന് ചില അതൃപ്തികൾ ഇപ്പോഴുമുണ്ട്. അത് ആലപ്പുഴയിലെ സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ടല്ല അതൃപ്തിയുള്ളത്, ആലപ്പുഴയിലെ ചില നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടാണ്. ഒന്ന് H സലാമാണ്. H സലാമുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അതൃപ്തി അദ്ദേഹത്തിന് നിലനിൽക്കുന്നുണ്ട്. പലതരത്തിലുള്ള പാർട്ടിക്കുള്ളിൽ തനിക്ക് നേരിടേണ്ടി വരുന്ന അവഗണന അതുകൂടിയാണല്ലോ ഈ ജി സുധാകരന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതുകൊണ്ടുകൂടിയാണല്ലോ ഈ കോൺഗ്രസ് വേദികളിലേക്കൊക്കെ ഈ ജി സുധാകരൻ പോകുന്നത്. അപ്പോൾ പാർട്ടി വേദികളിൽ സജീവമാക്കി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കഴിയാവുന്ന പരിപാടികളിലേക്ക് വേദികളിലേക്കൊക്കെ സുധാകരനെ ക്ഷണിച്ചുകൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് ആ ഒരു ഫീൽ, ആ ഒരു വികാരം അത് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ആ ഒരു അതൃപ്തി കുറയ്ക്കുക എന്നാണോ സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ CPM നേതൃത്വം ലക്ഷ്യമിടുന്നത്? ഇപ്പോൾ ദിവ്യ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം അദ്ദേഹത്തെ പാർട്ടി വേദികളിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നുള്ള പരാതി അത് പല സമയങ്ങളിൽ ജി സുധാകരൻ ഉന്നയിച്ചിട്ടുണ്ട്. ഒരു ബ്രാഞ്ച് അംഗം എന്ന നിലയിൽ അദ്ദേഹത്തെ പല പരിപാടികളിലേക്കും ക്ഷണിക്കുന്നില്ല. മാത്രമല്ല ആലപ്പുഴ ജില്ലയിലെ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് ജി സുധാകരൻ. തന്നെ പൂർണ്ണമായും പാർട്ടി അവഗണിക്കുന്നു എന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് ഉണ്ട്. അതുകൊണ്ട് പാർട്ടിയുടെ പല പ്രധാനപ്പെട്ട പരിപാടികൾ, ആലപ്പുഴ ജില്ലയിൽ നടക്കുന്ന പല പ്രധാനപ്പെട്ട പരിപാടികളിലും, ഇപ്പോൾ ജില്ലാ സമ്മേളനം അടക്കമുള്ള പരിപാടികളിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നില്ല. അങ്ങനെ പല പ്രധാനപ്പെട്ട പരിപാടികളിലേക്ക് തന്നെ ക്ഷണിക്കുന്നില്ല എന്നുള്ള പരാതി അദ്ദേഹത്തിന് ഉണ്ട്. അതിന് പിന്നിൽ ചില നേതാക്കന്മാരാണ്. അതിപ്പോൾ
സജി ചെറിയാനായാലും എച്ച് സലാമായാലും അങ്ങനെ പ്രധാനപ്പെട്ട ആലപ്പുഴ ജില്ലയിൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഉണ്ട് എന്നുള്ള തോന്നൽ അദ്ദേഹത്തിനുണ്ട്. ആ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹം ഇങ്ങനെ വിട്ടു നിൽക്കുന്നത്. ഇനിയിപ്പോൾ പാർട്ടി സജീവമാകാൻ വേണ്ടി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം കൂടി അതിനകത്ത് വേണ്ടിവരും. കൂടുതൽ പാർട്ടി പരിപാടികളിൽ സജീവമാകുക എന്നുള്ള നിർദ്ദേശം നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ പരിപാടികളിൽ അദ്ദേഹം സജീവമായി പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പാർട്ടി വിട്ടു പോകുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പാർട്ടി വിട്ടു പോകാനുള്ള സാധ്യതയില്ല. ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് എന്തായാലും ഇതുവരെയും ജി സുധാകരൻ മയപ്പെട്ടിട്ടില്ല എന്നത് വ്യക്തമാണ്. കുട്ടനാട്ടിൽ ഇന്ന് നടക്കുന്ന അച്യുതാനന്ദൻ പുരസ്കാര ചടങ്ങിലേക്ക് ജി സുധാകരൻ എത്തില്ല. നേതാക്കളൊക്കെ വീട്ടിലെത്തി കണ്ട് ക്ഷണിച്ചിരുന്നുവെങ്കിലും നോട്ടീസിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ കരുനാഗപ്പള്ളിയിൽ നേരത്തെ തീരുമാനിച്ച ഒരു പരിപാടിയുണ്ട്. അതിൽ പങ്കെടുക്കാനാണ് സുധാകരൻ തീരുമാനിച്ചിട്ടുള്ളത്.